അരി റെഡി? പോവാം നമുക്ക് നടക്കാൻ. ഓക്കെ, ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഐവിനെയും കൊണ്ട് നടക്കാൻ പോണൊരു വീഡിയോ ഇടാമെന്ന്. നടക്കും നടക്കും നടക്കാൻ. ഓക്കെ, അവൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അപ്പോൾ അവളുടെ നിഴൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മൺഡേ ടു ഫ്രൈഡേ ഞങ്ങൾ വീടിനടുത്തുള്ള സെയിം റൂട്ടിൽ കൂടെ ആട്ടോ ഐവിനെ നടത്താൻ കൊണ്ടുപോവുക. ഒരു ബിറ്റ്വീൻ 12 or 2 അതാണ് ഞങ്ങളുടെ ബ്രേക്ക് ടൈം. അപ്പോൾ അവൾ ആ ടൈമിലാണ് നടത്താൻ കൊണ്ടുപോവുക. 2 hours മൊത്തമല്ല, പക്ഷെ ഒരു 45 minutes നിർബന്ധമായിട്ടും അവളെ നടത്തിക്കും. അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാറിൽ പോകാനാണ് അവൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്. നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മടിയാണ്. എന്നാലും കെട്ടി വലിച്ച് അവിടം വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പിന്നെ നടന്നോളും. എന്നാലും എന്തെങ്കിലും പതിവിലും വിപരീതമായിട്ടുള്ള സൗണ്ടുകളോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവൾ വീട്ടിലേക്ക് ഓടും. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാലും വരും എൻ്റെ കൂടെ. പിന്നെ ഇന്ന് നല്ല സണ്ണി ആയതുകൊണ്ട് എനിക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാലും ഐവിക്ക് വേണ്ടി ഞാൻ നിർബന്ധമായിട്ടും നടക്കാൻ പോകും കേട്ടോ. അപ്പൊ നമ്മുടെ ആരോഗ്യം അതോടുകൂടി നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. മടിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പേക്കും അവള് സ്റ്റക്കായി. അവൾക്ക് നടക്കാൻ വരണ്ട, വീട്ടിലേക്ക് തിരിച്ചു ഓടുവാണ്. എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഡോഗ്സിന്റെ ഒക്കെ സൗണ്ട് അവൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അവള് പേടിച്ച് നിൽക്കുന്നത്. കാറ്റും തണുപ്പൊക്കെ ഉണ്ടെന്ന് എനിക്ക് നടക്കാൻ പോണ്ടെന്ന്. വാ, നല്ല വെയിലാണ് ഐവി. എത്ര വട്ടം വിളിക്കണം എന്നറിയോ? വാ, ഓടി വാ, കം. നീ വലിച്ചു കൊണ്ടുവരണം. Come on, Ivy. Ivy, come here. അവസാനം എന്തേ ലീഷൊക്കെ ഇട്ട് കെട്ടി വലിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് നടക്കാൻ. ഇങ്ങനൊരു മടിച്ചിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് വേണം ലീഷ് അയക്കാൻ, എന്നാലും അവൾ നടക്കുള്ളൂ. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞാൻ ലീഷ് അയച്ചു. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ട് പോവാൻ നന്നായി. ഇതൊക്കെ എന്തൊക്കെ സ്വഭാവമാണോ എന്തോ. ഇതേ കണ്ടോ, ഇപ്പം എന്ത് ഹാപ്പി ആയിട്ട് അവൾ പോണേ. ചില സമയത്ത് അവൾക്ക് ഓരോ തോന്നലാണ്. നടക്കാൻ പോകണ്ടെന്ന് വെച്ചാൽ നടക്കാൻ പോകണ്ട, അതാണ് സംഭവം. എൻ്റെ വീട്ടിലേക്ക് ഒളിച്ച് നോക്കരുത് ഐവി. ഇനി നോക്കിക്കോളോട്ടാ. ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ U-turn എടുക്കും, കാരണം റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ഇനിയുള്ള നടപ്പാത. അപ്പോൾ ഐവിക്ക് അറിയാം. അപ്പോൾ ഐവി സ്ലോ ആവും, കാരണം ഐവിക്ക് അറിയാം അവിടേക്ക് നമ്മൾ പോകാറില്ലല്ലോ. ഞാൻ എന്തത്ര ദൂരം പോകണേന്ന് അവൾ ആലോചിക്കണേട്ടാ. അവളവിടെ സ്റ്റക്കായി. വാ, തിരിച്ചു പോവാം വാ. അങ്ങനെ പറയുമ്പോൾ അവൾ തിരിച്ച് നടക്കും. റോട്ടിലേക്കൊന്നും അങ്ങനെ ഓടിപ്പോവില്ല, അത് കാരണം പേടി കൊണ്ടാണ്, അല്ലാതെ ഞാൻ വിളിച്ചാൽ വരുന്നത് കൊണ്ടല്ല. സെർണയുടെ നിറകൂടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ അതല്ല ശരിക്കുള്ള കാര്യം. ഞങ്ങൾക്ക് വണ്ടികളൊക്കെ പോകുന്നത് പേടിയാണ്. വേണമെങ്കിൽ നല്ല കാറ്റ് വീശുന്നുണ്ട്. അവളുടെ ചെവി പോണ വേണ്ട, കാറ്റ് വീശിപ്പോൾ. എവിടേക്കാ? വീടുകളുടെ ഒരു നിഴൽ വട്ടം കണ്ട പിന്നെ അങ്ങോട്ടേക്ക് പോവാമെന്നാണ്. നല്ല വെയിലൊക്കെ ഉള്ള ദിവസമല്ലേ, അപ്പോൾ അവൾക്ക് നടന്നാൽ എന്താ, അത് പറ്റില്ല. വെയിലായതുകൊണ്ട് ഡോഗ് വാക്കേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഐവി സ്ലോ ആയി, കാരണം വേറെ ഡോഗ് വരുന്നുണ്ട്. തിരിച്ചു വരാൻ എന്നെ വിളിക്കാൻ. എൻ്റെ ഐവി, ആ ഡോഗ് അവിടെ ദൂരെയല്ല, നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. ഇത് അത്രയും ദൂരെയാണ്. അതിന് ഒരാൾ ഇവിടെ നിന്നേ സ്ലോ ആവും. ഐവി പേടിച്ചതിൽ കാര്യമുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നു തുടങ്ങി, ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ ആ കാണിച്ച ഡോഗ് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. അതാണ് ഈ പപ്പിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര കളിക്കാനാണ് ഐവിനെ ആദ്യം വിളിച്ചത്. അപ്പം ഞാനും സമ്മതിച്ചു കൊടുത്തു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കളി മാറി ഒരുമാതിരി അറ്റാക്കിങ് സ്വഭാവമായി. അവരുടെ ഡോഗ് ഓണർ അവരെ വിളിക്കുന്നുണ്ട്, പക്ഷെ ആ ഡോഗ് പോകാൻ റെഡി ആയിരുന്നില്ല. അവസാനം ഐവിയുടെ മേത്തേക്ക് ഒന്ന് ചാടി, ചെറുതായി ഒന്ന് ഐവി കരഞ്ഞു. നേരത്തെ ആ ഡോഗിൻ്റെ കൂടെ കളിച്ച് ആ ഡോഗ് അവളുടെ മേത്തൊന്നും അറിയാണ്ട് ചാടി. അപ്പോൾ അതെ അവളുടെ മേത്ത് ഫുൾ ചെളിയായി. ഇനി എങ്ങനെ ഞാൻ കഴുകിയെടുക്കും? എൻ്റെ മേത്തും ചെളിയായി കണ്ട. ഇപ്പം എന്താ നോക്കണേന്ന് അറിയോ? നിൻ്റെ അടുത്ത് ഞാൻ അപ്പളേ പറഞ്ഞതാ നടക്കാൻ പോണ്ടെന്ന്. ഇവിടെ
ആദ്യം ഞാൻ ഐവീനെ ലീഷ് ചെയ്യും കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇവിടെ ലെഫ്റ്റിലേക്കുള്ള വഴിയിലാണ് നമ്മുടെ വീടുള്ളത്, അത് അവൾക്കറിയാം. അപ്പോൾ ഞാൻ ലീഷ് ചെയ്തില്ലെങ്കിൽ അവൾ ആ വഴി വീട്ടിലേക്ക് പോകാൻ നോക്കും, പിന്നെ അവൾ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ വിളിച്ച് ലീഷിൽ കയറ്റി വലിച്ചുകൊണ്ട് വരണം. ഐവി ലീഷിൽ കയറാൻ പറഞ്ഞാൽ അപ്പം കയറി വരും. ലീഷിലൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളെ പറ്റും. അവളങ്ങോട്ടേക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് പോവാ. എന്നാലും ഐവി, ആ ഡോഗ് എന്തിനാ നിന്റെ മേത്തേക്ക് അങ്ങനെയൊക്കെ ആടിക്കേറിയ പാവട്ടോ. ഇന്നാണെങ്കിൽ നല്ല സണ്ണി ആയതുകൊണ്ട് കുറേ ഡോഗ് വാക്കേഴ്സ് ഡോഗ്സിനെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ പോകുന്ന ടൈമിൽ തന്നെ. അതുകൊണ്ട് ഐവിക്ക് എന്താ പേടി, ഏത് ഡോഗ് വന്നാലും അവൾ വെയിറ്റ് ചെയ്യും ഞാൻ അവളുടെ കൂടെ ഒപ്പം വരാൻ വേണ്ടി. എന്നാൽ പിന്നെ എൻ്റെ ഒപ്പം നടന്നാൽ പോരെ, അത് പറ്റില്ല, എനിക്ക് മുന്നേ പോകണം. അപ്പോൾ നിങ്ങൾ കണ്ടോന്ന് അറിയില്ല കേട്ടോ, ഒരു ഡോഗ് വേണ്ട, അത് അവിടെ വെയിറ്റ് ചെയ്യുക, താഴെ ഇങ്ങനെ കിടന്നു പാലൊക്കെ ആട്ടി വെയിറ്റ് ചെയ്യുക. ഐവിക്ക് വേണ്ടിയിട്ടല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 2-3 ഡോഗ്സ് വേറെ വരുന്നുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. എന്നാലും നല്ല ക്യൂട്ടായിട്ട് കേട്ടോ. ഇത് നോക്കി പാലൊക്കെ ആട്ടി കളിക്കാൻ വിളിക്കന്താന്ന് തോന്നുന്നുണ്ട്. അവിടെ വന്ന് ബാക്കി ഡോഗ്സൊക്കെ എല്ലാം അതിനെ മണത്ത് നല്ല രസമുണ്ട്. ഒരെണ്ണം പിന്നാലെയൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ആൾ പിന്നെ അങ്ങനെ മണക്കാനൊന്നും പോവില്ല, ഒരു കയ്യകലം മാറിയിട്ടേ നടക്കൂ. ഇന്ന് സണ്ണി ആയതുകൊണ്ട് ഡക്സ് വരെ നല്ല ഹാപ്പി ആയിട്ട് നീന്തുന്നുണ്ട് കേട്ടോ. ആ ഡക്സിൻ്റെ അടുത്ത് ഹായ് പറയാൻ ഐവി പോയിട്ടുണ്ട്. ഹായ് പറയാനല്ല, ആ ഡക്സ് ആ കരയിലായിരുന്നെങ്കിൽ എല്ലാത്തിനെ പിടിച്ച് വെള്ളത്തിലിട്ടേനെ അവള്. അപ്പോൾ അവൻ ഡക്സിൻ്റെ അടുത്തല്ല അവളുടെ കയ്യൂക്ക് കാണിക്കാൻ പറ്റുള്ളൂ, അതിന് വേണ്ടി മാത്രം കേട്ടോ. അങ്ങനെ നടന്ന് അവസാനം നമ്മുടെ വീട്ടിലേക്കുള്ള തിരുവെത്തി. അപ്പോൾ ഒരാൾ നല്ല ധൈര്യവതിയായിട്ട് മുന്നിലോട്ട് പോകുന്നുണ്ട്. ഇനി നീ എന്നെ വിളിക്കും വേണ്ട നോക്കും വേണ്ട, എനിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഇടയ്ക്ക് അന്വേഷിച്ചു വരും എന്നെ, നീ വരുന്നില്ലേ നോക്കിയിട്ട്. കാരണം എന്താ വെച്ചാൽ ആ സൈക്കിളുകാരൻ പോയില്ലേ, അയാളെ പേടിച്ചിട്ടാ. അങ്ങനെ സൈക്കിള്, വേറെ ഡോഗ്സ്, പിന്നെ എന്തെങ്കിലും സൗണ്ട്, ഡക്സ് കരയണ സൗണ്ട്, അതൊക്കെ നമുക്ക് പ്രശ്നമാണ്. എന്നാൽ എൻ്റെ കൂടെ നിന്നാൽ മതി, അത് പറ്റില്ല, ഞങ്ങൾക്ക് വലിയ ആളായിട്ട് ഫ്രണ്ടിൽ പോകണം. അങ്ങനെ ഇന്നത്തെ വോക്ക് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെത്തി. നല്ലൊരു വോക്കായിരുന്നു, പക്ഷെ ഐവിക്ക് അത്ര സുഖകരമായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം ആ ഡോഗ് മേത്ത് ചാടിയ കാരണം അവളുടെ മേത്ത് മുഴുവൻ ചെളിയാണ്. ഇനി എൻ്റെ മേത്തും ചെളിയായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഇനി ക്ലീൻ ആവണം.